തിരുവനന്തപുരം പാലോട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗണഗീതം പാടിയത് ചോദ്യം ചെയ്ത CPIM പ്രാദേശിക നേതാവിന് RSS BJP പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം എന്ന വാർത്ത വരുന്നു. CPM ഇലവുപാലം ബ്രാഞ്ച് സെക്രട്ടറി ഷാന് ഗുരുതരമായ പരിക്കുണ്ട്. സംഭവത്തിൽ 6 RSS BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. അലക്സ്, ഈ ക്ഷേത്രോത്സവത്തിനിടെ ഗണഗീതം പാടിയത് ഒന്നാമത്തെ കാര്യം, 2 ഇത് ചോദ്യം ചെയ്ത CPM പ്രാദേശിക നേതാവിനെ ഗുരുതരമായി ആക്രമിച്ചു എന്നുള്ളതാണ്. ഇയാളുടെ പരുക്ക് എത്രത്തോളം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഹാഷ്മി പ്രവിത, ഗുഡ് മോർണിംഗ്. ഇത് തിരുവനന്തപുരം പാലോടാണ് ഈ സംഭവം. ഇന്നലെ രാത്രിയിലാണ് പാലോട് ഇലവുപാലം കൊല്ലയിൽ അപ്പൂപ്പൻ നടയിലെ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ചല്ലിമുക്ക് ജംഗ്ഷനിൽ ഗാനമേള നടക്കുകയായിരുന്നു. ഈ ഗാനമേളയിൽ ഭക്തിഗാന സുധയാണ് നടന്നിരുന്നത്. അതായത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഭക്തിഗാന സുധയാണ് നടത്തിയിരുന്നത്. ഈ ഭക്തിഗാന സുധയിൽ RSS ഗണഗീതം പാടി. ഈ പാടിയതുമായി ബന്ധപ്പെട്ട CPIM DYFI പ്രവർത്തകർ അത് ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്ത് തുടർന്ന് തർക്കമുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന BJP RSS പ്രവർത്തകരുമായി തർക്കമുണ്ടായി എന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. അതിനു പിന്നാലെ ഈ കൊല്ലയിൽ ബ്രാഞ്ച് സെക്രട്ടറി, മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഇലവുപാലം ബ്രാഞ്ച് സെക്രട്ടറി, CPIMന്റെ ഇലവുപാലം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഷാൻ. ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ RSS BJP പ്രവർത്തകർ പിന്നാലെ എത്തി പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു, കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് CPIMന്റെ പരാതി. കമ്പിപ്പാറ കൊണ്ട് തലയ്ക്കും കൈക്കുമൊക്കെ അടിച്ചു ക്ഷതമേൽപ്പിച്ചു, മർദ്ദിച്ചു ക്ഷതമേൽപ്പിച്ചു. ഇതിൽ കൈക്ക് പൊട്ടലുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാനിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ 6 BJP RSS പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. രഞ്ജു, പ്രശാന്ത്, അഭിറാം, അക്ഷയ്, പ്രതീഷ്, ആഷിഖ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഇലവുപാലം ബ്രാഞ്ച് സെക്രട്ടറി ഷാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നു. ഈ RSS BJP പ്രവർത്തകരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.